ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ അടുക്കലെത്തുവാൻ, കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ആലോചന നിങ്ങളുടെ അടുക്കലെത്തിക്കുവാൻ പരിശുദ്ധനായ ദൈവം എനിക്കൊരുക്കി തരുന്ന അനുഗ്രഹീത സന്ദർഭം ഏറ്റവും ശ്രേഷ്ഠമെന്നെണ്ണി ഈ ഒരു മുഖാന്തരത്തിന് 1000 നന്ദി ദൈവത്തിന് കരയറ്റിക്കൊണ്ട് കർത്താവിൻ്റെ തിരുപാദപീഠത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നിരിക്കുന്ന സ്വർഗീയ ചിന്ത ഇന്ന് പങ്കുവയ്ക്കാൻ ഒരുമിച്ച് കർത്താവിൽ ശരണപ്പെടുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വന്ദനം പറഞ്ഞുകൊണ്ടും നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന ദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ടും പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ ഇച്ഛിക്കുന്നത് ഞാൻ പങ്കുവയ്ക്കട്ടെ. യെശയ്യാ പ്രവചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാനാണ് കർത്താവിനെ പ്രേരിപ്പിക്കുന്നത്. യെശയ്യാ പ്രവചനം 42-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 42-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു, ഞാൻ പുതിയത് അറിയിക്കുന്നു, അത് ഉത്ഭവിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. 3 പ്രധാന കാര്യങ്ങൾ ഈ വാക്യത്തിനകത്തുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ പല വാക്യത്തിനകത്തും 3 കാര്യങ്ങൾ മിക്കവാറും കാണാറുണ്ട്. ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 പ്രധാന കാര്യങ്ങൾ. ആദ്യത്തേത് ഇപ്രകാരമാണ്: പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഞാൻ പുതിയത് അറിയിക്കുന്നു. മൂന്നാമത്തത്, അത് ഉത്ഭവിക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം ഞാൻ എപ്പോഴും പറയുന്നതാണ്, നാം അറിഞ്ഞിരിക്കണം, അറിയാൻ കൊതിക്കണം. അറിഞ്ഞെങ്കിലേ നമുക്ക് ആത്മീക ജീവിതം നന്നായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്ത്? ദൈവത്തിൻ്റെ സ്വഭാവം. ഈ വാക്യത്തിലൊക്കെ ദൈവത്തിൻ്റെ സ്വഭാവം അന്തർലീനമായിരിക്കുന്നുണ്ട്. ദൈവം പറയുന്നു, പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് സംഭവിക്കാതിരിക്കില്ല. പണ്ട് എന്ന് പറയുന്നത് പുറകിൽ കാലദൈർഘ്യമുണ്ട്. പണ്ട് എന്നുപയോഗിക്കുന്ന വാക്ക് കുറേ പുറകിലേക്കുള്ളതാണല്ലോ. അന്ന് പറഞ്ഞ കാര്യം അത് അല്പം താമസിച്ചാലും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച സമയത്തല്ലെങ്കിലും ദൈവം ഒരു പ്രസ്താവന പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. പ്രസ്താവിക്കുക മാത്രമല്ല, പ്രസ്താവിക്കുന്ന കാര്യം പ്രവർത്തിച്ച് കാണിക്കാൻ ദൈവം വിശ്വസ്തനാണ്. പണ്ട് പ്രസ്താവിച്ച കാര്യം സംഭവിച്ചിരിക്കുന്നു. അത് ഒരു തുടക്കത്തിന് വേണ്ടി പറഞ്ഞിട്ട് അടുത്ത വാചകത്തിൽ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുകയാണ് ചില കാര്യങ്ങൾ. ഞാൻ പുതിയത് അറിയിക്കുന്നു, അത് ഉത്ഭവിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു സ്വഭാവം ഞാൻ പറയാം. ഒരു കാര്യം ദൈവം അരുളി ചെയ്യും. ആ അരുളി ചെയ്തിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ദൈവം പ്രസ്താവിക്കും. ആ പ്രസ്താവിക്കുന്ന കാര്യം അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ദൈവം പണി നിർത്തിയാല. ഒരു കാര്യം പറഞ്ഞത് നിർവഹിച്ചു കഴിയുമ്പോൾ പുതിയ കാര്യം ദൈവം പറയും. എന്നിടയിൽ ഒരു കാര്യം ഞാൻ പറയാം. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ട് അത് സംഭവിക്കാൻ താമസമെടുക്കുന്നെങ്കിൽ മിക്കവാറും അതിൻ്റെ പ്രശ്നം നമ്മൾ ഓരോരുത്തരുമായിരിക്കും. കാരണം നമ്മൾ ഒരുങ്ങപ്പെടാനും തയ്യാറാകാനും, നമ്മൾ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം സ്വീകരിക്കാൻ തക്കവണ്ണം പാകപ്പെടാനും അതിന് ദൈവം കാത്തിരിക്കുക. വലിയ കാര്യങ്ങൾ നമ്മളോട് ദൈവം അരുളി ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ നമ്മിൽ നിറവേറ്റപ്പെടണമെങ്കിൽ നാം അതിന് അർഹരും യോഗ്യരും അതിന് കൊള്ളാവുന്നവരുമായി തീരണം. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനെന്ന് തെളിഞ്ഞ ശേഷം ദൈവം അവന് വെച്ചിരിക്കുന്ന കിരീടം പ്രാപിക്കും. അപ്പോൾ കൊള്ളാവുന്നവനെന്ന് തെളിയുക, ഈ കിരീടത്തിന് നിൻ്റെ തല പാകമായി എന്ന് തെളിയണം. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞാണേ വാക്ക്. ദൈവം പറയുന്നത്, ദൈവം തരാൻ പോകുന്നത് കിരീടമാണ്. കിരീടം വയ്ക്കാൻ വേണ്ടി നീ യോഗ്യനാകണം. അതുവരെയും ദൈവം കിരീടം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും. നീ കൊള്ളാവുന്നവനാണ്,
കിരീടം പ്രാപിപ്പാൻ തക്കവണ്ണം. കിരീടമാർക്കാണ്? വെറുതെ വഴിപോക്കന് കൊടുക്കുന്നതല്ലോ കിരീടം. ഒരു സ്ഥാപനത്തിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ആൾക്ക് കിരീടമല്ലല്ലോ, തലയിൽ തൊപ്പി കാണും. ഒരു പോലീസ് ഓഫീസർക്ക് അദ്ദേഹത്തിൻ്റെ റാങ്ക് അനുസരിച്ച് വ്യത്യസ്തമായിരിക്കുന്ന എന്തെങ്കിലും വ്യത്യസ്തതയുള്ള ക്യാപ്പ് തലയിൽ വയ്ക്കാൻ യൂണിഫോമിൻ്റെ ഭാഗമായി കാണും. പക്ഷെ അത് കിരീടമല്ലല്ലോ. കിരീടം അധികാരിയുടേതാണ്. നീ അതിന് കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം, പാകപ്പെട്ട ശേഷം അത് നിൻ്റെ തലയിൽ വെച്ച് തരും. അതാണ് ദൈവത്തിൻ്റെ പോളിസി. അപ്പോൾ ദൈവം ഒരു കാര്യം പറയുകയാണ്, പണ്ടേ പ്രസ്താവിച്ചിരിക്കുകയാണ്, നിനക്ക് ചില കാര്യങ്ങൾ തരും. നിൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കും, നിന്നെ ഞാൻ ഇവണ്ണം ഉപയോഗിക്കും, നിന്നെ ഇന്നിടത്ത് ഉപയോഗിക്കും, നിൻ്റെ കയ്യിൽ ഇന്നതൊക്കെ തരും, നീ ഇന്നതുപോലെ ചെയ്യും, നിന്നെ ഞാൻ ഈ വിധത്തിൽ പ്രയോജനപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. സംഭവിക്കണമെങ്കിൽ അതിന് തക്കവണ്ണം നമ്മൾ പാകപ്പെടണം. അതിന് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് നമ്മെ തന്നെ ഒരുക്കി കുറവുകൾ കണ്ടുപിടിച്ച് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ച് ഏറ്റുപറയേണ്ടത് ഏറ്റുപറഞ്ഞ് ആയിത്തീരേണ്ടവണ്ണം ആയിത്തീർന്ന് അധികം പ്രാർത്ഥിച്ച് ആത്മബലം പ്രാപിച്ച് വീണുപോകാതെ ദൈവത്തിൻ്റെ കൃപയിൽ ശക്തീകരിക്കപ്പെട്ട് ദൈവപാദപീഠത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന പക്ഷം ദൈവം പ്രസ്താവിച്ചത് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ, നിങ്ങളിപ്പോൾ ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന കണ്ണുനീരിൻ്റെ വിഷയത്തിനകത്തത് സംഭവിക്കും. ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഒത്തിരി ഭാരപ്പെടുന്ന, ഒത്തിരി മനസ്സ് തകരുന്ന, ഒത്തിരി മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന വിഷയം ആരോ ഇത് കേൾക്കുന്നവർക്കുണ്ട്. ഞാൻ പറയുന്നു, ദൈവം കള്ളം പറയില്ല കേട്ടോ. സംഭവിക്കുക അച്ചാച്ചാ, സംഭവിക്കും. ദൈവം കുരുക്കഴിക്കും, ദൈവം ചങ്ങല പൊട്ടിക്കും, ദൈവം നിൻ്റെ കാലടികളെ മുന്നോട്ട് വയ്ക്കാൻ അനുവദിക്കും. കർത്താവ് അത് ചെയ്യും. പക്ഷെ അതിന് പാകമാകണം. മുരടിച്ചു പോകരുത്, മനസ്സ് തഴമ്പിക്കരുത്. സംഭവിക്കത്തില്ല എന്ന് തോന്നി, എനിക്കിത് പറ്റിയെന്ന് തോന്നി നമ്മെ തന്നെ ഇല്ലാതാക്കരുത്. വിശ്വസിച്ച് മുന്നോട്ട് വരുമ്പോൾ പണ്ട് പറഞ്ഞ കാര്യം സംഭവിക്കും. അത് സംഭവിക്കുക മാത്രമല്ല, സംഭവിച്ചു കഴിയുമ്പോൾ ദൈവം അടുത്ത കാര്യം പറയും. അടുത്ത കാര്യം പുതിയതറിയിക്കും. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അതങ്ങ് അനുസരിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടുപുറകെ ദൈവം വീണ്ടും പറഞ്ഞു, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, ഞാൻ നിനക്കൊരു മകനെ തരും. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നും പുതിയത് കേൾക്കാം, എന്നും പുതിയ പദ്ധതിക്ക് പങ്കാളിയാകാം. അല്ലാതെ ദൈവമായ കർത്താവ് നമ്മുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യം മാത്രം ഒരു കാര്യം ചെയ്തിട്ട് ദൈവം പണി നിർത്തിയല്ല. ദൈവത്തിൻ്റെ കുടുംബമാണെങ്കിൽ, ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവം ഒരു കാര്യം പറയും. ആ കാര്യം പറയുന്നതിന് നമ്മൾ യോഗ്യരാകുമ്പോൾ ദൈവം അത് നിവർത്തിക്കും. അത് നിവർത്തിച്ച് കഴിയുമ്പോൾ ദൈവം അടുത്ത പുതിയൊരു കാര്യം പറയും. ആ പുതിയ കാര്യം ദൈവസന്നിധി നമ്മൾ കാത്തിരിക്കുമ്പോൾ വീണ്ടും ദൈവമായ കർത്താവ് അത് നിറവേറ്റി തരും. അത് നിറവേറ്റി തന്നു കഴിയുമ്പോൾ പിന്നെയും ദൈവം പുതിയ കാര്യം പറയും. അപ്പോൾ ദൈവം പുതിയ കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അടുത്ത കാലത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചോറ് തന്നു, ഉടുപ്പ് തന്നു, കൊച്ചിന് മിനിങ്ങാന്ന് പോകാൻ വേണ്ടി ഫീസ് അടയ്ക്കാൻ കാശ് തന്നു, ഇതൊക്കെ അത്ഭുതങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു, ദൈവം പറഞ്ഞിരുന്നതാണ്, അത് സംഭവിപ്പിച്ചു എന്ന് പറയാൻ ഈ അടുത്ത കാലത്ത് എന്താ സംഭവിച്ചത്? അനുദിന ജീവിതത്തിൽ നമുക്ക് തരുന്നത് ദൈവമാണ്. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവൻ തന്നെ നമുക്ക് ആഹാരം തരുന്നത്. ഒരു വഴി, ജോലി, വസ്ത്രം, പാർപ്പിടം, ഇതൊക്കെ അനുദിന കാര്യങ്ങളാണ്. അത് നമുക്ക് ദൈവം തരും. പക്ഷേ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതാണ്, അത് ഈ മെയ് മാസത്തിൽ സംഭവിച്ചു, 2024 സംഭവിച്ചു. അങ്ങനെ ഓർമ്മയിൽ എന്തെങ്കിലും ഉണ്ടോ പണ്ട് പറഞ്ഞിരുന്നത് ഇപ്പോൾ സംഭവിച്ചു എന്ന്? അല്ല, എന്തെങ്കിലും ദൈവം പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് സംഭവിക്കട്ടെ, അതിനു വേണ്ടി പാകപ്പെടട്ടെ, വ്യക്തിപരമായി ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഒരുക്കപ്പെടട്ടെ. അത് കഴിയുമ്പോൾ അടുത്ത പുതിയ കാര്യം ദൈവം പറയും. ദൈവത്തിൻ്റെ സ്വഭാവം ഇത് സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് അറിയിക്കും ദൈവം.
അല്ലേ? ഉത്ഭവിക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരിക്കും. അതാ ദൈവത്തിൻ്റെ സ്വഭാവം. ദൈവത്തിൻ്റെ സ്വഭാവം ഇതാണ്. നമ്മെ വിളിച്ചിട്ട് പറയും, ഞാൻ നിനക്ക് രാജ്യങ്ങളെ അവകാശമായി തരും. എന്നാൽ പിന്നെ തന്നാൽ പോരെ, നേരത്തെ പറയണോ? ആ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവം പറഞ്ഞിരിക്കും, ഞാൻ നിന്നെ മാനിക്കും, നിൻ്റെ മുമ്പിൽ വഴികൾ തുറക്കപ്പെടും. ദൈവം ഇത് പറയും, പറയാതെ തരുന്നവനല്ല. ഞാനിങ്ങനെ പറഞ്ഞ് അവസാന ഭാഗത്തേക്ക് വരട്ടെ. കർത്താവ് ചില കാര്യങ്ങൾ പ്രസ്താവിക്കും, അത് പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്യും. തീർന്നില്ല. അത് നിറവേറി കഴിയുമ്പോൾ അതിനേക്കാൾ വലിയത് പിന്നെയും കേൾപ്പിക്കും, പുതിയത്. അത് ഉത്ഭവിക്കുന്നതിനേക്കാൾ മുമ്പ് പറയും. നമുക്കങ്ങനെ ദൈവമായിട്ടൊരു ബന്ധത്തിൽ പോകണ്ടേ? ആ ദൈവത്തിന് ഇഷ്ടമുള്ളപ്പോൾ പ്രവർത്തിക്കട്ടെ, നമുക്ക് വേറെ കാര്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഓടേണ്ടവരാണോ നമ്മൾ? ഈ വാക്യം കുറച്ചുകൂടെ നിങ്ങൾ ഗ്രഹിച്ചു നോക്കി. ദൈവം പണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ മാസം നടക്കട്ടെ. ഈ മാസം ആ നിറവേറിക്കഴിയുമ്പോൾ അടുത്തൊരു പുതിയ പദ്ധതി ദൈവം പറയട്ടെ. അതും കാത്തിരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അടുത്തൊരു പദ്ധതി ദൈവം പറയട്ടെ. ഉത്ഭവിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മെ അറിയിക്കുന്ന സ്നേഹമുള്ളൊരപ്പൻ, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ചാരിയിരിക്കാം. പണ്ട് പറഞ്ഞ കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി സമർപ്പിക്കാം. അത് നിറവേറി നിൽക്കുകയാണെങ്കിൽ പുതിയതൊന്ന് കേൾക്കാൻ നമ്മുടെ കാതോർക്കാം. അങ്ങനെ ആത്മീക ജീവിതത്തെ നമുക്ക് സജീവമാക്കാം. ആയുസ്സിൽ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ മാത്രം എന്തോ നടന്നിട്ടുണ്ട്, അതല്ല. എപ്പോഴും നമുക്ക് പുതിയത് കേൾക്കാം. പുതിയത് ഉത്ഭവിക്കട്ടെ, പണ്ട് പറഞ്ഞത് സംഭവിക്കട്ടെ. ആ വിധത്തിൽ നമുക്ക് ദൈവവുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം. ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു, പണ്ട് പറഞ്ഞതെല്ലാം, പണ്ട് പ്രസ്താവിച്ചതെല്ലാം സംഭവിക്കാൻ പോവുക. കാത്തിരുന്നു, ഒരുക്കപ്പെട്ടു, അതിനായി സമർപ്പിച്ചു. ദൈവം പറഞ്ഞ ഒരു വാക്കും പാഴ്വാക്കാകില്ല. അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയത് വീണ്ടും ദൈവം കേൾപ്പിക്കും. അങ്ങനെ നമുക്കെന്നും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം. ദൈവം പറയും, നിവർത്തിക്കും, വീണ്ടും പറയും, നിവർത്തിക്കും. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങെത്ര മഹാൻ, തൻ്റെ ജനത്തോട് അങ്ങെത്ര സജീവമായിട്ട് ഇടപെടുന്നത്. കർത്താവ് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കാൻ എപ്പോഴും ഞങ്ങളോട് ചില കാര്യങ്ങൾ പറയും, അതങ്ങ് തന്നെ നിവർത്തിക്കും. ഞങ്ങളതിന് ഒരുക്കപ്പെട്ടാൽ വീണ്ടും പുതിയ കാര്യങ്ങൾ പറയും. ഇങ്ങനെ എപ്പോഴും ദൈവത്തോടു കൂടെ ദൈവപ്രവർത്തിക്ക് കീഴെയായിരിക്കാൻ ഇങ്ങനൊരു ജീവിതം ഞങ്ങൾക്ക് തന്നതിന് നന്ദി. ദൈവസന്നിധിയിൽ കേൾക്കുന്ന ആൾക്കാരോട് പണ്ട് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഈ ജൂൺ മാസത്തിൽ നിറവേറട്ടെ അപ്പാ. ദയവായിട്ടതിനായി പ്രാർത്ഥിക്കുന്നു. നിറവേറിക്കഴിയുമ്പോൾ പുതിയത് പിന്നെയും പറയണേ അപ്പാ. ഉത്ഭവിക്കുന്നതിനേക്കാൾ മുമ്പ് അറിയിക്കുന്ന സ്വഭാവം അങ്ങേക്കുണ്ടല്ലോ, ഞങ്ങളോട് പറയണേ. ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറയണേ. അങ്ങനെ ഞങ്ങൾ സജീവമാകട്ടെ ആത്മീകത്തിൽ. അതിനായി പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.